Assalamu alaikum. How are you, dears? Are you fine there? Did you study well? Okay. Today, now we completed lesson 5 and we can explain the notes of that lesson. Okay. Did you write that notes in your fair note? I think all you write and open all of your notebook and listen very carefully. Okay. Lesson 5 of food. First we have fill in the blanks. Okay. Question number 1. An oven is used for dash food. Then an oven is used for dash food. അപ്പോൾ എന്താണ് ഓവൺ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സേ ദ ആൻസർ ഫോർ ബേക്കിംഗ്. എന്തിനാണ് ഓവൺ നമ്മൾ ഉപയോഗിക്കുന്നത്? ബേക്കിംഗ്. സ്പെല്ലിംഗ് ലിസൺ BAKING. Once more repeat. BAKING, baking. Oven is used for dash food. Baking. BAKING, baking. Second one, a flat dash is used for making chapatis. A flat dash is used for making chapatis. എന്താണ് നമ്മൾ എന്താണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? എ ഫ്ലാറ്റ് തവ. എന്താണ്? എ ഫ്ലാറ്റ് തവ. TAVA. ഓക്കെ. സേ ദ സ്പെല്ലിംഗ് ഓഫ് തവ. TAVA. ഇപ്പം എന്താണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽ ഏതാണ്? എ ഫ്ലാറ്റ് തവ. ഓക്കെ. തവയുടെ സ്പെല്ലിംഗ് എല്ലാവരും ഒന്ന് നോക്കിക്കേ. TAVA. തേർഡ് വൺ, ഡാഷ് ഹാവ് ടു ബി കുക്ക്ഡ് ബിഫോർ ഈറ്റിംഗ്. ക്വസ്റ്റ്യൻ, ഡാഷ് ഹാവ് ടു ബി കുക്ക്ഡ് ബിഫോർ ഈറ്റിംഗ്. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് എന്താണ് കുക്ക് ചെയ്യേണ്ടുള്ളത്? നമ്മൾ എന്താണ് കഴിക്കാൻ? ഡാഷ് ഹാവ് ടു ബി കുക്ക്ഡ് ബിഫോർ ഈറ്റിംഗ്. അപ്പോൾ എന്താണ്? ഫുഡ്സ്. എന്താണ്? ഫുഡ്സ് ഹാവ് ടു ബി കുക്ക്ഡ് ബിഫോർ ഈറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഫുഡും നമ്മൾ എന്ത് ചെയ്യണം? കുക്ക് ചെയ്ത് കഴിക്കണം. അതായത് മോസ്റ്റ് ഓഫ് ഫുഡ് ഈസ് കുക്ക്ഡ്. ഓക്കെ. To eat. Okay. The answer is foods. Foods have to be cooked before eating. Answer is foods. Okay. Fourth one, a pressure cooker is used for dash rice and meat. Then question, a pressure cooker is used for dash rice and meat. Pressure cooker എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഇസ് ബോയിൽ ഓർ സ്റ്റീം. എന്താണ്? ബോയിൽ ഓർ സ്റ്റീം. BOIL, ബോയിൽ ഓർ സ്റ്റീം. STEAM. സേ വൺസ് മോർ. BOIL, ബോയിൽ ഓർ STEAM, സ്റ്റീം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, എ ഡാഷ് ഈസ് എ ക്ലേ ഓവൻ. ഡാഷ് ഈസ് എ ക്ലേ ഓവൻ. അപ്പോൾ എന്താണ് ക്ലേ ഓവൻ്റെ പേരെന്താണ്? ആൻസർ ഈസ് എ തന്തൂർ. TANDOOR. അപ്പം നമ്മൾ എന്താ ഈ ഡോറിൻ്റെ കാര്യം നമ്മളൊന്ന് ഓർത്താൽ മതി. അപ്പം നമുക്കത് കിട്ടും. എന്താണ്? തന്തൂർ. TANDOOR. ഇറ്റ് ഈസ് എ എന്താണ് ക്ലേ ഓവൻ. 6th one, microwave ovens are microwave ovens use dash to cook food. Microwave ovens എന്താണ് യൂസ് ചെയ്യുന്നത് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട്? ഇലക്ട്രിസിറ്റി. മൈക്രോവേവ് ovens use electricity. Say the spelling of electricity. ELECTRICITY. Once more. ELECTRICITY. Electricity. Okay. Then 7th one, dash is commonly used to fuel in stoves. അപ്പോൾ എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഏതാണ്? ഇൻ സ്റ്റൗസ്. there are two types of fuels we studied. One is LPG and the other is kerosene. But now we want to write here kerosene. എന്താണ് kerosene? KEROSENE. KEROSENE, kerosene. KEROSENE, kerosene. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മിസ്സുമാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നിങ്ങളിത് ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
Then you write each question in your old notebook one time and answer 5 times. Okay. Then answer the following we have. Listen. First one, name the method of cooking used for each of these food items. അതായത് ഓരോ ഫുഡ് ഐറ്റംസും കുക്ക് ചെയ്യുന്ന മെത്തേഡ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ റൈസ് എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പഠിച്ചത്? റൈസ് ബോയിലിംഗ്. Then സമൂസ ഫ്രൈയിങ്. Then ബ്രെഡ് എങ്ങനെയാണ്? ബേക്കിംഗ്. Then പനീർ ടിക്ക ഓർ ഗ്രിൽഡ് വെജിറ്റബിൾസ്, ദാറ്റ് ഈസ് യൂസ്ഡ് റോസ്റ്റിംഗ്. ഓക്കെ, കിട്ടിയല്ലോ. റൈസ് എങ്ങനെയാണ്? റൈസ് ബോയിലിംഗ്, സമൂസ ഫ്രൈയിങ്, ബ്രെഡ് ദെൻ ബേക്കിംഗ്, ദെൻ ഗ്രിൽഡ് വെജിറ്റബിൾസ് റോസ്റ്റിംഗ്. ഓക്കെ. സെക്കൻഡ് വൺ, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ബേക്ക്ഡ് ഫുഡ് ഐറ്റംസ്. അതായത് ബേക്ക്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ 2 എക്സാമ്പിൾസ് എഴുതാൻ. ഇതൊക്കെ എഴുതാം നമുക്ക്. ബിസ്ക്കറ്റ്സ്, ബ്രെഡ്സ്, കേക്ക്സ് ഓൾസോ വി ക്യാൻ റൈറ്റ്. ദെൻ 2 എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ ഏതെങ്കിലും 2 എഴുതണം. ബിസ്ക്കറ്റ്, ബ്രെഡ്. ഓക്കെ. തേർഡ് വൺ, ക്യാൻ വി യൂസ് സോളാർ കുക്കർ അറ്റ് നൈറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ക്യാൻ വി യൂസ് സോളാർ കുക്കർ അറ്റ് നൈറ്റ്? സോളാർ കുക്കർ നമുക്ക് രാത്രി ഉപയോഗിക്കാൻ പറ്റുമോ? നോ, വി കനോട്ട് യൂസ് സോളാർ കുക്കർ അറ്റ് നൈറ്റ്. എന്താണ്? നമുക്ക് സോളാർ കുക്കർ രാത്രി ഉപയോഗിക്കാൻ പറ്റുമോ? No, we cannot use solar cooker at night because it uses direct sunlight to heat or cook. എന്തുകൊണ്ടാണ്? it use direct sunlight to heat or cook. അപ്പോൾ സോളാർ കുക്കർ എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? it is worked due to direct sunlight to heat or cook. ഓക്കെ, അപ്പം നമുക്കത് നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർത്ത് വൺ, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് വുഡ് ആസ് എ ഫ്യൂൽ? ഫ്യൂലായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ്. ഓക്കെ, ദർ ആർ 2 പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് കോസസ് എയർ പൊല്യൂഷൻ. എന്താണ്? ഇറ്റ് കോസസ് എയർ പൊല്യൂഷൻ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഏതെങ്കിലും 2 ഡിസഡ്വാൻറ്റേജ് എഴുതാനാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആണ്. ദെൻ it causes air pollution. Okay, then next one, write one difference between boiling and frying. ബോയിലിങ്ങും ഫ്രൈയും തമ്മിലുള്ള ഡിഫറൻസ് ഏതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? ബോയിലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഇൻ ബോയിലിംഗ് വാട്ടർ. അപ്പോൾ ബോയിലിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഇൻ ബോയിലിംഗ് വാട്ടർ. അപ്പോൾ എന്താണ്? ബോയിൽ ചെയ്ത വാട്ടറിനകത്ത് കുക്ക് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ബോയിലിംഗ്. ഇൻ ഫ്രൈയിങ് ഈസ് ദ മെത്തേഡ് ടു കുക്ക് ദ റോ ഫുഡ് ബൈ സബ്മേർജിങ് ഇൻ ദ ഓയിൽ. അപ്പോൾ എന്താണ്? ഫ്രൈയിങ് ഈസ് ദ മെത്തേഡ് ടു കുക്ക് ദ റോ ഫുഡ് ബൈ സബ്മേർജിങ് ദം ഇൻ ദ സോയിൽ. അപ്പോൾ എങ്ങനെയാണ്? ഓയിലിനകത്ത് ഇട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വറുത്തെടുക്കുന്നു. ദാറ്റ് ഈസ് ഫ്രൈയിങ്. അപ്പോൾ എന്താണ്? ബോയിലിംഗ് എന്താണ്? ബോയിലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഇൻ ബോയിലിംഗ് വാട്ടർ. ബോയിൽ ചെയ്ത വാട്ടറിനകത്ത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്തെടുക്കുന്നു. ദാറ്റ് ഈസ് ബോയിലിംഗ്. ഫ്രൈയിങ് എന്താണ്? വി കുക്ക് ദ റോ ഫുഡ് ബൈ സബ്മേർജിങ് ദം ഇൻ ദ ഓയിൽ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. എല്ലാവരും എന്ത് ചെയ്യുക? ഓൾ നോട്ടിനകത്ത് 5 times എങ്കിലും എഴുതി പഠിക്കുക. ഓക്കെ, then you write the fair note very neatly and keep your book very neatly and study well. Can we wind up the class? Assalamu alaikum. Inshallah we can meet in next class.